എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ. ഇന്നിവിടെ കാണിക്കുന്നത് ഒരു കൈപ്പയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ്. കൈപ്പയ്ക്ക, പാവയ്ക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഇതിൻ്റെ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും വളരെ ടേസ്റ്റിയായി കഴിക്കാൻ പറ്റുന്ന തോരൻ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഒരു കൈപ്പയ്ക്ക എടുക്കുക. ഇതിൻ്റെ പകുതി മതിയാകും. ചെറിയ കഷ്ണങ്ങളായി കനം കുറച്ചരിയാം. പിന്നെ ഒരു സവാള, ഇതും ചെറുതായി അരിഞ്ഞു വയ്ക്കുക. കുറച്ച് വേപ്പില, പിന്നെ ഒരു 1/4 മുറി നാളികേരം ചെരുകിയത്. ഇത്രയുമാണ് വേണ്ടത്. ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച സവാളയും വേപ്പിലയും ഈ എണ്ണയിലേക്ക് ചേർക്കാവുന്നതാണ്. നന്നായി ഇളക്കുക. സവാള വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച കൈപ്പയ്ക്ക ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. കൈപ്പയ്ക്ക ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, നാളികേരം ചെരുകിയത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി എല്ലായിടവും യോജിപ്പിക്കുക. ശേഷം മൂടി വയ്ക്കാവുന്നതാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൽ കൈപ്പയ്ക്ക കുറച്ചും നാളികേരവും സവാളയും കൂടുതലും എടുക്കുകയാണെങ്കിൽ ഈ തോരൻ കൈപ്പയ്ക്കയാണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. സാധാരണ വെജിറ്റബിൾസിലെ പോലെയല്ല, കൈപ്പയ്ക്കയിൽ കുറച്ച് ഉപ്പ് കൂടുതൽ വേണ്ടിവരും. ഇത് നന്നായി ഇളക്കി ഡ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റുള്ള കൈപ്പയ്ക്ക തോരൻ റെഡി.